എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. നമുക്കിന്ന് 10ാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകം നോക്കാം. സൃഷ്ടിഭേദങ്ങൾ. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നതെന്ന് നോക്കാം. വേദാൻ പുരാണ നിവഹാൻ അപി സർവവിദ്യാഃ കുർവന്നിജാനനഗണാച്ഛതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോഭൂത്. ഇവിടെ സഹ അസൗ ചതുരാനനഃ നിജാനന ഗണാത് വേദാൻ പുരാണനിവഹാൻ സർവവിദ്യാഃ അപി കുർവൻ തേഷു പുത്രേഷു വിനിധായ സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. ഇവിടെ ഈ ശ്ലോകത്തിൽ വേദാൻ വേദങ്ങളെ, പുരാണനിവഹാൻ അപി വേദങ്ങളെയും പുരാണങ്ങളെയും സകല വിദ്യകളെയും സൃഷ്ടിച്ചു. അസൗ ചതുരാനനഃ ആ ചതുരാനനൻ. ചതുരാനനൻ ചതുർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചതുഹു 4 എന്നാണ്. ആനനം മുഖം, തൻ്റെ 4 മുഖത്തിൽ നിന്നുമാണ്. പുത്രേഷു വിനിധായ, അതായത് അവയെ പുത്രന്മാരിൽ അർപ്പിച്ചു. ഇത് വേദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ആർക്കാണ് കൊടുത്തത്? അവിടെ ഉണ്ടല്ലേ ആദ്യം ഉണ്ടായ 4 പുത്രന്മാർ. അവരോട് ദേഷ്യമാണെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പറ്റുമോ? സനന്ദൻ, അതുപോലെ സനാതനൻ, സനത്കുമാരൻ, സനകൻ, സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ, ഈ 4 പേര്. പിന്നെ അടുത്തത് അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, അങ്ങനെ ആ മുനിമാർ അവരെല്ലാം, അതുപോലെ രുദ്രൻ, ഇവരെല്ലാവരും ഉണ്ടല്ലേ. രുദ്രനെ നമ്മൾ തപസ് ചെയ്യാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവർക്കെല്ലാം കൊടുത്തു ഈ വേദങ്ങളെയും. ഈ വേദത്തിന് മന്ത്ര ബ്രാഹ്മണയോർ വേദനാമ ധേയം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രാഹ്മണവും മന്ത്രവുമാണ് വേദങ്ങളുടെ 2 ഭാഗങ്ങൾ. ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 5ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. നിയമം, മന്ത്രം, നാമധേയം, നിഷേധം, അർദ്ധവാദം എന്നൊക്കെ. ആദ്യം ഉണ്ടായത് വേദങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. യാതൊന്നിൽ നിന്ന് എല്ലാവരും സത്യവിദ്യയെ അറിയുന്നു, അല്ലെങ്കിൽ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ വിജ്ഞാനം നേടുന്നു, അല്ലെങ്കിൽ സത്യവിദ്യ പ്രാപിക്കുന്നതിനായി താല്പര്യം കാട്ടുന്നു. അതിനെയാണ് വേദം എന്ന് പറയുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഈ വേദങ്ങൾ, ആ വേദങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പുരാണങ്ങളുണ്ടായി. നമുക്കറിയാം പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്നു കിടക്കുകയാണ് അല്ലേ. എത്ര പുരാണങ്ങളുണ്ട്? 18 പുരാണങ്ങളുണ്ട്. പിന്നെ 18 ഉപപുരാണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 45 എണ്ണം ഉണ്ടെന്ന് വേറെ ചിലടത്ത് പറയുന്നുണ്ട്. ഇനി പുരാണങ്ങളുടെ കർത്താവാണെങ്കിലോ വ്യാസനാണെന്നും പറയുന്നുണ്ടല്ലേ. നമുക്കറിയാം മഹാഭാരതം എഴുതിയത് വ്യാസനാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യാസൻ എഴുതിയതാണെന്ന് പറയുന്നേ ഉള്ളൂ എന്നും ഒരു അഭിപ്രായമുണ്ട്. ഈ 18 പുരാണങ്ങൾ, അതുപോലെ ഉപപുരാണങ്ങൾ 18, നമുക്ക് കൃത്യമായ കണക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ബ്രഹ്മാവ് വേദങ്ങൾ, പുരാണങ്ങൾ, സകല വിദ്യകൾ ഇവയെല്ലാം സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ചതുരാനൻ പുത്രേഷു വിനിധായ, സൃഷ്ടിക്കുക മാത്രമല്ല അവയെ പുത്രന്മാരിൽ അർപ്പിച്ചു. വിനിധായ അർപ്പിച്ചു, അതായത് പുത്രന്മാർക്ക് കൊടുത്തു. സർഗവൃദ്ധിം അപ്രാപ്നുവൻ, എന്നിട്ടോ ഒരു തൃപ്തി വന്നില്ല, സൃഷ്ടികർമ്മം പുരോഗമിക്കുന്നില്ല, വൃദ്ധിപ്പെടുന്നില്ല എന്ന് കണ്ടിട്ട് തവ പദാംബുജമാശ്രയോ ഭൂത്. അപ്പോഴും എന്ത് ചെയ്തു? തവ പദാംബുജം, അവിടുത്തെ പാദാംബുജങ്ങളെ ആശ്രയിക്കുമാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും അതുപോലെ സകല വിദ്യകളും എല്ലാം സൃഷ്ടിച്ചിട്ട് മക്കൾക്ക് കൊടുത്തു. പുത്രേഷു വിനിധായ. പക്ഷേ ബ്രഹ്മാവിനൊരു തൃപ്തി ഉണ്ടായില്ല. ആ സർഗവൃദ്ധിം അപ്രാപ്നുവൻ, ആ സൃഷ്ടികർമ്മം പുരോഗമിക്കുന്നില്ല എന്ന് കണ്ടിട്ട് തവ പദാംബുജം ആശ്രയോ ഭൂത്, അവിടുത്തെ പാദാംബുജങ്ങളെ ശരണം പ്രാപിച്ചു. അവിടുത്തെ തന്നെ ശരണം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തവ പദാംബുജമം ആശ്രിതോ ഭൂത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ഇവിടെ എല്ലാത്തിനും ഈ അംഗാനി വേദാശ്ചത്വാരോ മീമാംസാ ന്യായ വിസ്തരഃ പുരാണം ധർമ്മശാസ്ത്രം ച വിദ്യാഹ്യേതാശ്ചതുർദശഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേദങ്ങളെയും 4 വേദങ്ങളെയും അവയുടെ മീമാംസകളെയും, അതുപോലെ വേദങ്ങൾക്ക് അംഗങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്, പുരാണങ്ങൾ, അതുപോലെ ധർമ്മം, ശാസ്ത്രം, ഇങ്ങനെ എല്ലാ വിദ്യകളെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർദശ
വിദ്യകൾ. ജാനന്നുപായം. ഇനി 10ാമത്തെ ശ്ലോകം നോക്കാം. ജാനന്നുപായമധദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനുതദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ഇവിടെ മനുഷ്യ സൃഷ്ടിയെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അധ അജഹ ഉപായം ജാനൻ ദേഹം വിഭജ്യ മനു തദ്വധൂഭ്യാം സ്ത്രീ പുംസഭാവം അഭജത്. ഹേ മാരുതപുരേശ ഗോവിന്ദ താഭ്യാം ച മാനുഷകുലാനി വിവർധയൻ ത്വം മേ രോഗാൻ നിരുന്ധി. ഈ ദശകം ഈ ശ്ലോകത്തോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജാനൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, ഉപായം അധ അനന്തരം ബ്രഹ്മാവ് കഴിഞ്ഞ ശ്ലോകത്തിൽ സൃഷ്ടി കർമ്മം പുരോഗമിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു ഉപായം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു, ബ്രഹ്മാവ് തന്നെ അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ദേഹം വിഭജ്യ. ആ ഉപായം അറിഞ്ഞിട്ട് എന്താ ചെയ്തത്? ദേഹത്തെ വിഭജിച്ചു. എത്രയായിട്ടാണ്? 2ആയിട്ട് വിഭജിച്ചിട്ട് മനു തദ്വധൂഭ്യാം, ആ 2ആയി പകുത്ത് വലത് ഭാഗത്തിനൊരു പേര് കൊടുത്തു, മനു എന്ന് പേര് കൊടുത്തു. സ്ത്രീ പുംസഭാവം, എങ്ങനെയാണ്? സ്ത്രീയും പുരുഷനുമായിട്ടാണ്. ഒരു ഭാഗത്തിന് സ്ത്രീയുടെ ഭാവവും ഒരു ഭാഗത്തിന് പുരുഷൻ്റെ ഭാഗവുമാണ് കൊടുത്തത്, അല്ലേ? ആ പുരുഷൻ്റെ ഭാവം, അതായത് പുരുഷൻ്റെ ഭാവത്തിന് എന്ത് കൊടുത്തു? മനു എന്ന് പേരിട്ടു. അതുപോലെ തന്നെ സ്ത്രീയുടെ ഭാവത്തിന് ശതരൂപ എന്നും ആ പേര് വെച്ചു കൊടുത്തു. വലതുവശം പുരുഷനായിട്ടും ഇടതുഭാഗം സ്ത്രീയായിട്ടും, മനു എന്നും പത്നിയായ ശതരൂപയായും ഈ 2 സ്വന്തം ദേഹത്തെ വിഭജിച്ച് പുരുഷ സ്ത്രീഭാവം സ്വീകരിച്ചു. അതാണ് സ്വയംഭൂവായ മനു എന്ന് പറയുന്നത്. സ്വയംഭൂ മനു. താഭ്യാം ച മാനുഷകുലാനി വിവർധയം സ്ത്വം, അവരിൽ നിന്ന്, താഭ്യാം അവരിൽ നിന്ന്, ച മാനുഷകുലാനി മനുഷ്യകുലത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാം ഫോർഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ മനുവും ശതരൂപയുമാണെന്ന് അർത്ഥം. അവരിൽ നിന്നാണ് ഭൂമിയിൽ ഈ മനുഷ്യ ജന്മം ഉടലെടുത്തതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ ഉത്ഭവമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജാനന്നുപായമധ, ആ ഉപായം അറിഞ്ഞു. സൃഷ്ടികർമ്മം വർദ്ധിപ്പിക്കാനുള്ള ഉപായം സ്വയം കണ്ടറിഞ്ഞിട്ട് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയി പകുത്തു. വിഭജ്യാം, ദേഹം വിഭജ്യ. എന്നിട്ട് ഹേ അജ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അജൻ, ഇവിടെ ബ്രഹ്മാവിനെയാണ് അജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അജഹ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ. ജന്മമില്ലാത്തവർക്ക് മരണവുമില്ല. ഇവിടെ ത്രിമൂർത്തികളെ 3 പേരെയും മരണമില്ലാത്ത അജന്മാരായിട്ടാണ് ഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവ് ഉപായമറിഞ്ഞ് ദേഹത്തെ 2ആയി പകുത്തു. വലതു ഭാഗത്ത് മനു എന്ന് സ്ത്രീ, അതായത് പുരുഷഭാവവും ഇടതുഭാഗത്ത് സ്ത്രീഭാവമായ ശതരൂപയായും, അതായത് ഒരാൾ ആ മനുവിന് ഭാര്യയായിട്ട് ശതരൂപയായിട്ടും 2 ഭാവങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണ് സ്വയംഭൂവായ മനുവും ശതരൂപയും ഉത്ഭവിച്ചത്. എന്നിട്ട് മനുഷ്യകുലത്തെ വർദ്ധിപ്പിച്ചു, ഇന്നും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ ഗോവിന്ദ, ഹേ ഗോവിന്ദ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിനെ രക്ഷിച്ചവൻ. ഗോ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമി. എപ്പോഴാണ് ഈ ഭൂമിയെ രക്ഷിച്ചത്? ഈ ഭഗവാൻ വരാഹത്തിൻ്റെ രൂപമെടുത്ത് ആ ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ മോഷ്ടിച്ച് രസാതലത്തിലേക്ക് കൊണ്ടുപോയത് നമുക്കറിയാം, അല്ലേ? ആ രസാതലത്തിൽ നിന്ന് വരാഹത്തിൻ്റെ രൂപമെടുത്ത് ഭൂമിയെ ഉദ്ധരിച്ചവനെ, അവനാണ് ഗോവിന്ദൻ. ഹേ ഗോവിന്ദ കൃഷ്ണ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗങ്ങളെയും ശമിപ്പിക്കണമേ. മേ നിരുന്ധി രോഗാൻ, എൻ്റെ രോഗങ്ങളെയും നിവാരണം ചെയ്യണമേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ 10ാം ദശകം അവസാനിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.